അന്തിമ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്തതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ കൈമാറുമ്പോൾ ഇവരൊക്കെ ആരുടെ എന്ന് പട്ടിക നോക്കി ഒരു അന്തം വിട്ട് വെക്കും. എന്നിട്ട് പരാതി കൊടുക്കുമ്പോൾ കമ്മീഷൻ എന്ത് പറയും? അന്തിമ വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? തിരുവനന്തപുരത്ത് നിന്ന് ഏതെങ്കിലും ഗോപിയൊക്കെ വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്യും, ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ ഒറ്റപ്പാലത്ത് നിന്ന് വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ വോട്ട് ചെയ്യും, അവിടെ എവിടെയൊക്കെ വോട്ട് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് കുറേ അധികം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണെന്നുള്ളതാണ്, കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ്. അതിൽ ഈ പറഞ്ഞ അജ്ഞാത വോട്ടർമാരുണ്ടാവും, കള്ളവോട്ടുകളുണ്ടാവും, ജെന്യൂൻ ആയിട്ടുള്ള വോട്ടർമാർ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടാവും. അവരെ തിരികെ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരിക എന്നുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വ വോട്ടർമാരുടേതാണ്. പക്ഷേ വോട്ടർമാർ സ്വയം ശ്രമിച്ചാൽ പോലും അത് നടക്കാത്ത വിധം ഫയർവാളുകളുണ്ട് ഈ പറയുന്ന SIR പ്രോസസ്സിൽ നിന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്കൊരു മറുപടിയും കിട്ടുന്നില്ല, നമ്മളെ ആരും ഹിയറിങ്ങിന് വിളിക്കുന്നില്ല, നമുക്കൊരു നോട്ടീസില്ല, ഈ അക്നോളജ്മെൻറ്റിൽ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നിരിക്കെ വോട്ടർമാർ മാത്രമായി ഇതിനുവേണ്ടി ശ്രമിച്ചാൽ അവർക്ക് നിരാശയായിരിക്കും ഫലം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിക്കണം. അവർ കളക്റ്റീവായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഇപ്പോൾ ഉയരുന്ന ഈ ആശങ്ക ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം നൗഫൽ നേരത്തെ പറഞ്ഞു, ഇനിയാണ് അജ്ഞാത വോട്ടർമാർ വരാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ. അത് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്ന ആ നിമിഷം വരെ ആളുകൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുക? രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചേർക്കാനാണ് ശ്രമിക്കുക. വോട്ട് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അജ്ഞാത വോട്ടർമാർ വരുന്നത് അവർക്ക് കാണാൻ കഴിയില്ല. അജ്ഞാത വോട്ടർമാർ വരുന്നത് എപ്പോഴാണ് കാണാൻ കഴിയുക? അന്തിമ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്തതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ കൈമാറുമ്പോൾ ഇവരൊക്കെ ആരുടെ എന്ന് പട്ടിക നോക്കി ഒരു അന്തം വിട്ട് വെക്കും. എന്നിട്ട് പരാതി കൊടുക്കുമ്പോൾ കമ്മീഷൻ എന്ത് പറയും? അന്തിമ വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? തിരുവനന്തപുരത്ത് നിന്ന് ഏതെങ്കിലും ഗോപിയൊക്കെ വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്യും, ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ ഒറ്റപ്പാലത്ത് നിന്ന് വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ വോട്ട് ചെയ്യും, അവിടെ എവിടെയൊക്കെ വോട്ട് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ BJP 2026 തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ട് മോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മലയാളികളെ സ്വാധീനിച്ചതിൻ്റെ ഫലമായി അങ്ങനെ പല സിദ്ധാന്തങ്ങളും നിരത്തും. വിശകലന വിദഗ്ധരൊക്കെ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് തലയാട്ടിക്കൊണ്ട് വലിയ സിദ്ധാന്തങ്ങൾ നിരത്തും. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തകർന്നടിയുമെന്നൊക്കെ പ്രവചിച്ച വിശകലന വിശാരദന്മാരുണ്ടായിരുന്നു. അവരൊക്കെ അടുത്ത 2026 ഇലക്ഷൻ കഴിയുമ്പോൾ എന്ത് പറയും? മോദിജിക്ക് ഒരു ഊഴം കൂടി കൊടുക്കാൻ മലയാളികൾ തയ്യാറാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിയമത്തിന് ശേഷം മറ്റൊരു സീറ്റ് കൂടി ഇതാ ലഭിച്ചിരിക്കുന്നു, BJP വേര് പിടിക്കുകയാണെന്നൊക്കെ നമ്മൾ ഹെഡ്ലൈൻസ് അടിക്കേണ്ടി വരും. അപ്പോൾ അത് ജാഗരൂകതയോടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. അത് മാധ്യമങ്ങൾക്ക് എത്രമാത്രം ചെയ്യാം? മാധ്യമങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ SIR പട്ടികയിൽ തന്നെ ക്രമക്കേടുകൾ, അതിൻ്റെ സൂചന എന്താണെന്നുള്ളത് നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം ആക്റ്റീവായി ഇതിൽ പ്രവർത്തിക്കുന്നത് കണ്ടറിയണം.